വിശദമായ വാർത്തകളിലേക്ക്. മകരവിളക്ക് ദിവസം ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. പന്തളം വലിയ കോയിക്കൽ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന തിരുവാഭരണം മകരവിളക്ക് ദിവസമായ തിങ്കളാഴ്ച ശബരിമലയിലെത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. മുക്കം നഗരസഭയിലെ മാമ്പറ്റച്ചോലയിൽ IHDP കോളനി നവീകരണ പദ്ധതിയിൽ ക്രമക്കേടെന്ന ആക്ഷേപം. എസ്റ്റിമേറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരമല്ല പ്രവൃത്തി നടക്കുന്നത് എന്ന ആക്ഷേപവുമായി നാട്ടുകാർ രംഗത്തെത്തി. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാമ്പറ്റച്ചോല IHDP കോളനിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. 1 കോടി രൂപയോളം മുടക്കി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് നാട്ടുകാർ രംഗത്തെത്തി. കോളനിയിലെ പൈറ്റൂളിച്ചാൽ റോഡിന്റെ സൈഡ് ഭിത്തി, ഫില്ലർ എന്നീ കാര്യങ്ങളെക്കുറിച്ച് എസ്റ്റിമേറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് പാലിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. 200 മീറ്റർ ഒരു റോഡ് താഴെ മുതൽ ഇങ്ങോട്ട് വരെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം കെട്ടിത്തരുമെന്ന് പറഞ്ഞതല്ല. എവിടെ ഭീതിയുണ്ട് മണ്ണിടിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കെട്ടിത്തരും പറഞ്ഞ. ഇപ്പോൾ ഒരു ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓർക്ക് ഇഷ്ടം പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഒരു കെട്ടുന്നില്ല. റോഡ് സേഫ്റ്റി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പണികളും ഇവിടെ ചെയ്യുന്നില്ല. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് അടിത്തറയിടാതെയാണ് 3 മീറ്റർ ഉയരത്തിൽ കരിങ്കൽ ഭിത്തി കെട്ടിയത്. ഇത് തൊട്ടടുത്തുള്ള വീടുകൾക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വീടിന്റെ ബാക്ക് ഭാഗം കെട്ട് അതിന് പില്ലറുണ്ട്, പില്ലർ ഇട്ടില്ല. പില്ലറിടാതാണ് ഈ കരിങ്കലിന്റെ കെട്ട്. വലിയ വണ്ടികൾക്ക് പോകുമ്പോൾ മതിൽ ഇടിയെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ടല്ല പണിയെടുക്കുന്നത്. പണി പല സ്ഥലത്തും പറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്ന കോളനിയിലെ ഒരു വീടിന് ഈ പദ്ധതിയിൽ 90,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇക്കാര്യം വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ നഗരസഭ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ കലക്ടർക്കും പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോളനി നിവാസികൾ. ന്യൂസ് 18 മുക്കം. കണ്ണൂർ ആലക്കോട് കണ്ടംകോട്ടയാട് പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇരുഭാഗത്തും അപ്രോച്ച് റോഡ് ഉണ്ടെങ്കിലും പാലം ഇല്ലാത്തതിനാൽ കിലോമീറ്ററുകൾ ചുറ്റിയാണ് വാഹനങ്ങൾ മറുകരയിൽ എത്തുന്നത്. 4 ആദിവാസി കോളനികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. 5 വർഷം മുമ്പാണ് ഇറിഗേഷൻ വകുപ്പ് ജനകീയ പങ്കാളിത്തത്തോടെ VCB നിർമ്മിച്ചത്. ഭാവിയിൽ പാലമാക്കി മാറ്റുവാനുള്ള രീതിയിൽ അടിത്തറയും ബലപ്പെടുത്തി. VCBക്ക് മുകളിൽ കൂടി 3 മീറ്റർ വീതിയിൽ പാത നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും പാലം യാഥാർത്ഥ്യമായില്ല. പാലം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു VCB ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറഞ്ഞുള്ള ഒരു ആശയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു. അതുപ്രകാരം അനുവദിച്ചു വന്നപ്പോൾ അത് പാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ളൊരു അലൈൻമെൻ്റാണ് അന്ന് ചെയ്തത്. മറുകരയിലുള്ള നെല്ലിപ്പാറ ആയുർവേദ ആശുപത്രി, പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ എത്തണമെങ്കിൽ 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം. ഇരുഭാഗത്തും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് സ്ഥലം വാങ്ങിയത്. VCB പാലമാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് അക്കരെ ഇക്കരെയുള്ള എല്ലാ ആൾക്കാർക്കും ഇതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഗ്രാമസഭയിലും വികസന സെമിനാറിലും വർഷങ്ങളായി നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടി വൈകുകയാണ്. പാലം യാഥാർത്ഥ്യമാകാൻ അടിയന്തര നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. കുടിയേറ്റ ഗ്രാമമായ ഉപ്പത്തോട് നിവാസികളുടെ പ്രധാന യാത്രാമാർഗമായ 16-ാം കണ്ടം റോഡിലെ പാലം അപകടാവസ്ഥയിൽ. കൽക്കെട്ടിടിഞ്ഞ് നിലംപൊത്താറായ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. മരിയാപുരം, വാത്തിക്കുടി എന്നീ 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് ഉപ്പുതോട് 16-ാം കണ്ടം റോഡ്. ഇവിടുത്തെ പ്രധാന പാലങ്ങളിലൊന്നായ ഉപ്പുതോട് പാലം അപകടാവസ്ഥയിലാണ്. പാലത്തിന്റെ ഒരു ഭാഗത്തെ കരിങ്കൽ കെട്ട് തകർന്ന് ഏതു സമയവും നിലം പതിക്കാവുന്ന സ്ഥിതിയിലായി. പാലം കൂടുതൽ അപകടാവസ്ഥയിലാകുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സർക്കാർ ആശുപത്രിയിലേക്കും ഗവൺമെന്റ് ഹൈസ്കൂൾ 16-ാം കണ്ടം, മുരിക്കാശ്ശേരി എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അവിടുന്ന് ഏത് സമയം 24 മണിക്കൂറും ഒരുപോലെ വാഹനം ഓടുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ബലപ്പെടുത്തുവാണെങ്കിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാതിരിക്കും. ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അപകടം ഉണ്ടാകുന്ന സ്ഥിതിയിലാണ്. ഇത് സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന ചെറിയ വിള്ളൽ പ്രളയത്തെ തുടർന്ന് ഗുരുതരമായി മാറിയതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. ഗ്രാമത്തിലെ ഏക ചികിത്സാ കേന്ദ്രമായി വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രധാന പാതയാണിത്. പാലത്തിന്റെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണതോടെ ഇവിടത്തുകാർ ആശങ്കയിലാണ്. ന്യൂസ് 18 ഉപ്പുതോട്. നടക്കാവ് കാപ്പുകുളം കാസർഗോഡ് ജില്ലയുടെ നീന്തൽ പരിശീലന കേന്ദ്രമാക്കാനുള്ള പദ്ധതി 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. നീന്തൽ പരിശീലിപ്പിക്കാനും മത്സരം നടത്താനും ജില്ലയിൽ സൗകര്യപ്രദമായ കുളങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് കാപ്പുകുളം പരിഗണിച്ചത്. KP സതീഷ് ചന്ദ്രൻ MLA ആയിരുന്ന കാലത്താണ്
കാപ്പുകുളം നീന്തൽ പരിശീലന പദ്ധതിക്ക് മുൻകൈയെടുത്തത്. പഠന പഞ്ചായത്തും പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങളാണ് പദ്ധതിക്ക് തടസ്സമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ജലസമൃദ്ധമായ കുളത്തിന് ഏക്കറിലധികം വിസ്തൃതിയുണ്ട്. നിരവധി സംഘടനകളും നീന്തൽ പരിശീലനത്തിനായി കാപ്പുകുളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൃക്കരിപ്പൂർ മേഖലയിലെ നെൽപ്പാടങ്ങളിലേക്ക് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന കുളമാണിത്. നെൽകൃഷി കളമൊഴിഞ്ഞതോടെ കുളം അനാഥമായി. കുളം സംരക്ഷിച്ചു നിർത്താനായി 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചെങ്കിലും നിർമ്മാണത്തിലെ അപാകത മൂലം വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം ചെറുപുഴ സംരക്ഷണത്തിന് ഇറങ്ങിയ വിദ്യാർത്ഥികൾ അരീക്കോട് UP സ്കൂളിലെ ജലശ്രീ ക്ലബ് അംഗങ്ങളാണ് പുഴ സംരക്ഷണത്തിനായി സർവേയും ബോധവൽക്കരണവും വിളംബര ജാഥയും നടത്തിയത്. ചാലിയാറിന്റെ പ്രമുഖ കൈവഴിയാണ് ചെറുപുഴ. 10 കിലോമീറ്റർ നീളമുള്ള പുഴയെ സംരക്ഷിക്കാനാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. ജലവിനിയോഗവും സംരക്ഷണവും മുൻനിർത്തിയാണ് സ്കൂളിലെ ജലശ്രീ ക്ലബിന്റെ പ്രവർത്തനം. തീരത്തെ മാലിന്യം നീക്കിയും വീടുകളിൽ ബോധവൽക്കരണം നടത്തിയുമാണ് കുട്ടികൾ പുഴ സംരക്ഷണം ആരംഭിച്ചത്. തുടർന്ന് വിളംബര ജാഥയും നടത്തി. ഈ ജലശ്രീ ക്ലബ്ബ് തുടങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു മോഹം ഉണ്ടായിരുന്നു. ഞാൻ അത് നല്ല ശ്രദ്ധിക്കുന്നുമുണ്ട്. ജലയാത്ര, മഴക്കുഴി നിർമ്മാണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ പദ്ധതികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പ്രദേശത്തെ ക്ലബ്ബുകളും പരിസ്ഥിതി പ്രവർത്തകരും കുട്ടികൾക്കൊപ്പമുണ്ട്. കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 55ഓളം കുട്ടികളാണ് ഈ ക്ലബ്ബിൽ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ മഴക്കുഴി നിർമ്മാണം, സർവേകൾ, വിവിധ പ്രകൃതി പഠനം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. PTA-യും നാട്ടുകാരും മികച്ച പിന്തുണയാണ് പുഴ സംരക്ഷണ പരിപാടിക്ക് നൽകുന്നത്. ബോധവൽക്കരണ റാലികളും സർവേകളും ക്ലാസുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. പുഴ ഉപയോഗപ്പെടുത്തണം, അതോടെ പുഴ നന്നാവണം, പുഴയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടണം, പുഴയെ നല്ല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് എത്തണം. ഇങ്ങനെയുള്ള കുറേ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജലശ്രീ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ന്യൂസ് 18 മലപ്പുറം. കുളത്തുപുഴ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വന്യമൃഗശല്യം തടയാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ വേലികൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. 1 വർഷം മുൻപ് സ്ഥാപിച്ച സോളാർ വേലികളാണ് പ്രവർത്തനരഹിതമായത്. ഇതോടെ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായി. അമ്പലക്കടവിലെ പാതയോരത്ത് സ്ഥാപിച്ച സോളാർ വേലി കാടുമൂടിയ അവസ്ഥയിലാണ്. വനംവകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴ ടൗണിന് സമീപം കാട്ടാനകൾ കൂട്ടമായാണ് എത്തിയത്. ജലനിരപ്പ് കുറഞ്ഞതിനാൽ കല്ലടയാറ് കടന്നാണ് ആനകൾ എത്തുന്നത്. മണിക്കൂറുകളോളം ജനവാസ മേഖലയിൽ തമ്പടിച്ച ശേഷമാണ് കാട്ടാനക്കൂട്ടം മടങ്ങുന്നത്. വേനലെത്തുന്നതിന് മുൻപ് തന്നെ ആനകൾ കാടിറങ്ങിയത് ആശങ്കയ്ക്കിടയാക്കുന്നു. ഉത്സവപ്പറമ്പിൽ സ്റ്റേജിന് സമീപത്ത് വന്ന് ആനകൾ കൂട്ടത്തോടെ വന്ന് നാശനഷ്ടങ്ങൾ വരുത്തുകയും ആ ഒരു ഭയപ്പാടിലാണ് ജനങ്ങൾ ഇന്നും കഴിയുന്നത്. ആ ഒരു ദുഃഖം മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ നിരന്തരം സർക്കാരിൽ പ്രചോദനപ്പെടുത്തിക്കൊണ്ട് ഈ ഫെൻസിംഗ് ഇടാൻ പ്രേരിപ്പിക്കുകയും ലക്ഷങ്ങൾ മുടക്കി ഇവർ ഇടുകയും ചെയ്തു. പക്ഷേ പ്രവർത്തനരഹിതമാണിപ്പോൾ. സോളാർ വേലികൾ എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. അട്ടപ്പാടിയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില സന്നദ്ധ സംഘടനകൾ തെറ്റിദ്ധാരണ പരത്തുന്നതായി മന്ത്രി AC മൊയ്തീൻ. അട്ടപ്പാടിയിൽ കുടുംബശ്രീ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളിലൂടെയല്ല, ജനപങ്കാളിത്തത്തിൽ വേണം നടപ്പിലാക്കാനെന്നും മന്ത്രി പറഞ്ഞു. ചില സന്നദ്ധ സംഘടനകൾ നടത്തുന്ന തെറ്റായ പ്രചരണം അട്ടപ്പാടിയെക്കുറിച്ച് മോശം സന്ദേശം നൽകുന്നതായി മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തിലൂടെ വേണം നടപ്പിലാക്കാനെന്നും മന്ത്രി വ്യക്തമാക്കി. അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെയും മറ്റും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടിയെ സ്വയം പര്യാപ്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമാനിക്കുന്നവർ. അവരുമായി അടുത്തിടപെടുന്ന പഞ്ചായത്ത് മെമ്പർമാരാണ്. പഞ്ചായത്ത് മെമ്പർമാർക്ക് മുകളിൽ ജനങ്ങൾക്ക് മുകളിൽ മറ്റേതെങ്കിലും ഏജൻസിയെ കെട്ടിയേൽപ്പ് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ സോപ്പുമണൽ പോലെയാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള കെടുതികൾ നമുക്കുണ്ടായി. അതുകൊണ്ടാണ് ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കും. ആദിവാസി വിഭാഗത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ വിപണിയിൽ എത്തിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. MP രാജേഷ് MP അധ്യക്ഷനായി. ന്യൂസ് 18 പാലക്കാട്. ഇനി ട്രെയിൻ സമയം നോക്കാം. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 2 മണിക്കൂർ 15 മിനിറ്റ് വൈകി.
അഹല്യനഗരി എക്സ്പ്രസ് 2 മണിക്കൂർ 11 മിനിറ്റ് വൈകി. ഏർനാട് എക്സ്പ്രസ് 30 മിനിറ്റ് വൈകി. മംഗലാപുരം മെയിൽ 40 മിനിറ്റ് വൈകി. ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് 40 മിനിറ്റ് വൈകി. ഇടവേള. ഗൃഹനാഥൻ തളർന്ന് കിടപ്പിലായതോടെ നിരാലംബരായ കുടുംബത്തിന് സഹായവുമായി മലപ്പുറം വാലില്ലാപ്പുഴ ട്രാസ് ക്ലബ് അംഗങ്ങൾ. തകർന്നു വീഴാറായ വീട് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. മുണ്ടിയൻ പാലപ്ര അശോകിന്റെ വീടാണ് വാലില്ലാപ്പുഴ ട്രാസ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. മേൽക്കൂര തകർന്നു വീഴാറായ അവസ്ഥയിലായിരുന്നു അശോകിന്റെ വീട്. അശോകിനെയും കുടുംബത്തെയും സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി പാർപ്പിച്ചതിന് ശേഷമാണ് വീടിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. കവുക്കോലും മോടും മാറ്റി ഏകദേശം ഒരു താമസ സൗകര്യമാക്കുന്ന രീതിയിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടുകാരും ട്രാസ് ക്ലബിന്റെ പ്രവർത്തകരും സജീവമായി ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട് വാസയോഗ്യമാക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ഈ വീട് ശരിക്കും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിൽ തന്നെയായിരുന്നു. 4 പെൺമക്കളടക്കം അവർ 6 പേരാണ് ഈ വീട്ടിനകത്തുള്ളത്. ഒന്ന് വീണ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ അശോകൻ കിടപ്പിലായിട്ടുള്ളത്. നല്ല രീതിയിലേക്ക് അവർക്ക് വീണ്ടും ഇവിടെ താമസിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. KV മുഹമ്മദ്, CA ഷെഫീഖ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 അരീക്കോട്. കൊല്ലത്ത് നിരാലംബ കുടുംബത്തിന് സഹായവുമായി കുരുന്നുകൾ. തേവലക്കര KVM സ്കൂളിലെ കുട്ടികളാണ് പാവുമ്പയിലെ നിർധന കുടുംബത്തിന് നിത്യച്ചെലവിന് ആവശ്യമായ സഹായവുമായി എത്തിയത്. കിടപ്പ് രോഗിയായ സുമതിയും മകൾ ഗീതയും തകർന്നു വീഴാറായ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. കരുനാഗപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹസേന ചാരിറ്റി പ്രവർത്തകർ ഇവർക്ക് വീട് വെച്ച് നൽകി. നിത്യവൃത്തിക്കായി വീട്ടുമുറ്റത്തൊരുക്കിയ കടയിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായാണ് തേവലക്കര KVM സ്കൂളിലെ കുരുന്നുകൾ എത്തിയത്. കഴിവില്ലാത്തവരെ കണ്ടെത്തി സഹായിക്കുക, അങ്ങനെ ഒരു ധർമ്മമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. രക്ഷിതാക്കളുടെ സഹായത്തോടെ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിയ സാധനങ്ങൾ കൈമാറി. കുഞ്ഞുങ്ങള് ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടെത്തിച്ചത് അങ്ങേറ്റം സന്തോഷവും കുഞ്ഞുങ്ങളോട് നന്ദി. സ്നേഹസേന പ്രവർത്തകരും പൊതുപ്രവർത്തകനായ CR മഹേഷും കുട്ടികളും ചേർന്നാണ് കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് CR മഹേഷ് പറഞ്ഞു. അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനം നിർമ്മിച്ചു നൽകുകയും ഒപ്പം അവർക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആ സഹോദരിക്ക് കുട്ടികളുടെ സഹായത്തോടുകൂടി ഒരു കട, ഇതൊരു വലിയ മാതൃകയാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ KVM സ്കൂൾ നേരത്തെയും ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാന യുവജന ക്ഷേമ വകുപ്പിന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് ചവറ സ്വദേശി കൃഷ്ണകുമാർ. വീൽചെയറിലിരുന്ന് ലോകം കീഴടക്കിയ സ്റ്റീഫൻ ഹോക്കിനെയാണ് കൃഷ്ണകുമാർ മാതൃകയാക്കുന്നത്. ചലനശേഷി നിയന്ത്രിക്കുന്ന പേശികളുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന രോഗമാണ് 31 വയസ്സുകാരനായ കൃഷ്ണകുമാറിന്. കണ്ണുകളും നാവും മാത്രമേ സ്വയം ചലിപ്പിക്കാൻ കഴിയൂ. പക്ഷേ ചവറ സ്വദേശിയായ ഈ യുവാവിന്റെ മനോധൈര്യം മാതൃകയാക്കേണ്ടത് തന്നെയാണ്. സാമൂഹിക സേവന രംഗത്തെ മികവിനുള്ള യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഐക്കൺ അവാർഡിന് എന്തുകൊണ്ടും അർഹനാണെന്ന് കൃഷ്ണകുമാറിന്റെ പ്രവർത്തികൾ ബോധ്യപ്പെടുത്തും. ധാരാളം യാത്രകൾ ചെയ്യുന്ന ഇദ്ദേഹം നവമാധ്യമങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ചർച്ചയാക്കും. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കും. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത കാറിലാണ് യാത്രകൾ. വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം ഈ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു പറ്റുകാർ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഏത് പുരസ്കാരം ഏറ്റുപോകാൻ കഴിയുന്നത് തീർച്ചയായും അഭിമാനകരമായ, അതിലേറെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. 400-ലധികം അംഗങ്ങളുള്ള മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി എന്ന സംഘടനയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് കൃഷ്ണകുമാർ. അച്ഛനോടൊപ്പം അപകടത്തിൽ മരിച്ച അനുജത്തി ദേവികയ്ക്കും ഇതേ രോഗമായിരുന്നു. ആ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് കൃഷ്ണകുമാറും അമ്മയും രക്ഷപ്പെട്ടത്. ശാരീരിക വിഷമതകൾ ഉള്ളവർക്കായി വീൽസ് ഓൺ വീൽ എന്ന പേരിൽ കാറുകൾ പരിഷ്കരിക്കുന്ന ഒരു കമ്പനി എന്നതാണ് കൃഷ്ണകുമാറിന്റെ സ്വപ്നം. ന്യൂസ് 18 ചവറ. ഗവർണർ P സദാശിവത്തെ പോലും വിസ്മയിപ്പിച്ച് ഒരു കൂട്ടം കുട്ടികൾ. കഴിവിലും ശേഷിയിലും മറ്റുള്ളവരെ പോലെ അല്ലെന്ന് സമൂഹം വിലയിരുത്തുന്നവരാണ് മികവിന്റെ അരങ്ങ് ഒരുക്കിയത്. മലപ്പുറത്തെ വിവിധ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് കലാവിരുന്നുകൊണ്ട് ഗവർണറുടെ പ്രശംസ പിടിച്ചുപറ്റിയത്. സംഗീതത്തോടൊപ്പം ഇവർ നൃത്തമാടുമ്പോൾ ആരും ആവേശത്തോടെ കണ്ടിരിക്കും.
ശരീരത്തിൻ്റെ കുറവുകൾ മനസ്സുകൊണ്ട് മറികടക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നു ഈ പ്രതിഭാശാലികൾ. ചക്രകസേരകൾ ഒപ്പനപ്പാട്ടിന് കൂട്ടായുരുണ്ടു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന കേന്ദ്ര സർക്കാർ ഉദ്യമത്തിന്റെ ഭാഗമാണ് സുവർണകന്യ സ്ത്രീ ശാക്തീകരണ പദ്ധതി. ഉദ്ഘാടകനായ ഗവർണർ പി സദാശിവം ഊന്നി പറഞ്ഞത് മലപ്പുറത്തെ ബാല്യവിവാഹങ്ങളെപ്പറ്റി. I am informed that in 2 districts, that is Malappuram and Kozhikode, we see comparatively more girls getting married at a younger age. Therefore, we need to create awareness in society. വിവിധ സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികളാണ് വേദിയിൽ വിസ്മയം തീർത്തത്. ന്യൂസ് 18 മലപ്പുറം. വിവിധ മേഖലകളിൽ ബോധവൽക്കരണത്തിന് വേദിയൊരുക്കി വിദ്യാർത്ഥികൾ. തൃശൂർ ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് വ്യത്യസ്ത എക്സിബിഷൻ സംഘടിപ്പിച്ചത്. പച്ചക്കറിയുടെ ഉൽപാദന വിപണന സാധ്യതകൾ ഉൾപ്പെടുത്തിയ ചർച്ചകൾ, പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള പ്രദർശനം, വൈദ്യുതിയുടെ ഉപയോഗ നിരീക്ഷണ സംവിധാനം തുടങ്ങി വിവിധ മേഖലകളെ കോർത്തിണക്കിയാണ് എക്സിബിഷൻ. മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ടയർ ഉപയോഗിച്ച് ചെടിച്ചട്ടികളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിന്റെ വിശദീകരണം, ട്രാഫിക് ബോധവൽക്കരണം, കടലാമ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ എന്നിവയാണ് മറ്റു വിഷയങ്ങൾ. ജൈവ പച്ചക്കറിയുടെ നിർമ്മാണവും അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും, അതുപോലെ തന്നെ ലഹരി വിമുക്ത കേരളം സംഘടിപ്പിക്കുന്നതിനായി ഒരു അവയർനെസ് എക്സിബിഷനും, തുടർന്ന് KSEB ഊർജ്ജ സംരക്ഷണം, കടലാമ സംരക്ഷണം എന്നിവയും സംഘടിപ്പിച്ചിരിക്കുന്നു. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ സംസ്കാരങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി പൈതൃകവും ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും, അതുകൂടാതെ ഞങ്ങൾ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. 2 ദിവസമാണ് പ്രദർശനം. രക്ഷിതാക്കൾക്കും പ്രദർശനത്തിൽ പ്രവേശനമുണ്ട്. കൃത്യമായ വിശകലനത്തോടെ നടത്തുന്ന ബോധവൽക്കരണ പ്രദർശനം ഉപയോഗപ്രദമാണെന്നാണ് കുട്ടികളുടെ അഭിപ്രായം. ന്യൂസ് 18 തൃശൂർ. ആലുവയിൽ സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയ സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പുഴയിലേക്ക് സ്ഥിരമായി മലിനജലം എത്തിയതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഫ്ളാറ്റിൽ നിന്നുള്ള പൈപ്പ് കണ്ടെത്തിയത്. വലിയ അളവിൽ മലിനജലം പുഴയിലേക്ക് നേരിട്ടാണ് ഒഴുക്കിയിരുന്നത്. നിലവിൽ ഇവിടെ നിന്ന് കക്കൂസ് മാലിന്യം മൊത്തം നിലവിൽ ഒരു സംസ്കരണവും നടത്താതെ നേരെ പുഴയിലേക്കാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5-8 വർഷക്കാലമായിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ കീഴ്മാട് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 219S പ്രകാരമുള്ള നടപടിക്കാണ് പഞ്ചായത്ത് ശുപാർശ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെരിയാറിന്റെ തീരത്തെ മറ്റു ചില ഫ്ളാറ്റുകളിൽ നിന്ന് പുഴയിലേക്ക് മാലിന്യമൊഴുക്കുന്നത് ഇതിനു മുമ്പും കണ്ടെത്തിയിരുന്നു. പുഴയുടെ തീരത്തെ എല്ലാ ഫ്ളാറ്റുകളിലും വിശദമായ പരിശോധന നടത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ആലുവ. മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ച് പാലക്കാട് ശബരി ആശ്രമത്തിൽ നടക്കുന്ന രക്തസാക്ഷ്യം പരിപാടി ശ്രദ്ധേയമാകുന്നു. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികവും രക്തസാക്ഷിത്വത്തിന്റെ 70ാം വാർഷികവും ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി 1925, 27, 34 വർഷങ്ങളിൽ സന്ദർശിച്ച അകത്തേത്തറ ശബരി ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച് രക്തസാക്ഷ്യം എന്ന പരിപാടി നടക്കുന്നത്. ഗാന്ധി സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ അദ്ദേഹം താമസിച്ച ഭവനവും 1927 സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി നട്ട തെങ്ങുമെല്ലാം രക്തസാക്ഷ്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് അവസ്മരണീയ കാഴ്ചകളാണ്. രക്തസാക്ഷ്യത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ട്. ഗാന്ധിജി ഒരുപക്ഷെ ദത്തെടുത്ത ആശ്രമങ്ങളിൽ ഒന്നായിരുന്നു ശബരി ആശ്രമം. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതി വളരെ ദയനീയമാണ്.
ഇതിനെ വികസിപ്പിച്ചെടുക്കാനും ഇതിനെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പഠന കേന്ദ്രമായി മാറ്റിയെടുക്കാനുമുള്ളതിൻ്റെ പ്രാരംഭം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ രക്തസാക്ഷ്യം 2019 ഇവിടെ അരങ്ങേറുന്നത്. ഗാന്ധിജിയുടെ ജീവിതം വ്യക്തമാക്കുന്ന പ്രദർശനവും നെയ്ത്തുൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിൽ രീതികൾ പരിചയപ്പെടുത്തുന്ന പൈതൃക ഗ്രാമം മാതൃകയുമെല്ലാം ശ്രദ്ധേയമാണ്. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ജനുവരി 15 സമാപിക്കും. തിരിഞ്ഞു ഞെട്ടി തന്റെ നിത്യശത്രുക്കൾ കണ്ടു തരിച്ചു ക്ഷണം. പിന്നെ ബുദ്ധനായി ചീറി ഗോഡ്സെ പണി വേണം. ന്യൂസ് 18 പാലക്കാട്. KSRTCയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് പുതിയ ക്രമീകരണങ്ങൾ. 8 ബസ്സുകൾക്ക് ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ ചുമതലകൾ നൽകാനും ചീഫ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജോലി പുനഃക്രമീകരിക്കാനുമാണ് തീരുമാനം. പ്രതിദിനം 1 കോടി രൂപയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ് മാനേജ്മെന്റിന്റെ പരിഷ്കാരങ്ങൾ. ബസ്സുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല KSRTCയിൽ ഇൻസ്പെക്ടർമാരെ വിന്യസിച്ചിരുന്നത്. കാര്യമായ ആസൂത്രണമില്ലാതെ ഇവരെ ലൈനിൽ പരിശോധനയ്ക്ക് വിന്യസിക്കുകയാണ് ചെയ്തു പോകുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് 8 ബസ്സിന് ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ കൃത്യമായ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പുതിയ ക്രമീകരണത്തിൽ ബസ്സുകളുടെ റൂട്ട് ആസൂത്രണം, ജീവനക്കാരുടെ വിന്യാസം, വരുമാനം, യാത്രക്കാരുടെ പരാതി പരിഹരിക്കൽ, അറ്റകുറ്റപ്പണി, ബസ്സുകളുടെ ശുചിത്വം എന്നിവ ബന്ധപ്പെട്ട ഇൻസ്പെക്ടറുടെ ചുമതലയായിരിക്കും. ബസ്സുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇൻസ്പെക്ടർമാർ തികയാതെ വരുന്ന യൂണിറ്റിലേക്ക് മറ്റ് യൂണിറ്റുകളിൽ നിന്ന് സ്ഥലം മാറ്റും. നിലവിലെ പ്രതിദിന വരുമാനം 6 മുതൽ 6.5 കോടി രൂപയാണ്. ഇതിൽ 1 കോടി രൂപ അധികമായി കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഓഫീസിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. MD ടോമിൻ ജെ തച്ചങ്കരിക്ക് കീഴിൽ 4 ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി. ബസ്സുകളുടെ വിന്യാസം, സമയകൃത്യത, ടിക്കറ്റ് മെഷീനുകൾ, മുടങ്ങിക്കിടക്കുന്ന ഷെഡ്യൂളുകളുടെ പുനർവിന്യാസം എന്നിവയാണ് ഇവരുടെ ഉത്തരവാദിത്വം. നേരത്തെ എല്ലാ ഡിപ്പോകൾക്കും കളക്ഷൻ ടാർഗറ്റ് നിശ്ചയിച്ചു നൽകിയത് നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ ദിവ്യ. നമസ്കാരം.